Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. അതായത് ഏതൊരു ബിസിനസ്സിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമം ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ബിസിനസ് എൻ്റർപ്രൈസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഫേമിനും അവരുടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ലോങ് പീരീഡിൽ അവർക്ക് സർവൈവ് ചെയ്യാനും ഗ്രോ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോളം പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ എഫിഷ്യൻസിയും കൺട്രോളിൻ്റെ ഒക്കെ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഓണേഴ്സ് ആണെങ്കിലോ അവരുടെ വർത്ത് അല്ലെങ്കിൽ അവരുടെ വർത്ത് മെഷർ ചെയ്യാൻ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വർത്ത് മെഷർ ചെയ്യാൻ അവർക്ക് ആവശ്യമാണ്. ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത് അറിയണം. അതുപോലെ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനിക്ക് എന്ത് വേണം, ഹൗ എഫിഷ്യൻ്റ്ലി ദേ ക്യാരി ഓൺ ബിസിനസ് ഓപ്പറേഷൻ, അവരുടെ ബിസിനസ് ഓപ്പറേഷനൊക്കെ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നറിയാൻ വേണം. എന്താണെങ്കിലും മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയുടെ മുകളിൽ. മാനേജ്മെൻറ്റിനെ കൂടാതെ വരുന്ന ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സും അതേപോലെ തന്നെ ഓണേഴ്സും ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ കടം തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൃത്യമായി റീപേയ്മെൻറ്റ് ചെയ്യുമോ, പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും ഒക്കെ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോഫിറ്റ് എന്തായാലും ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. പ്രോഫിറ്റബിലിറ്റി എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫേമിന് എത്രത്തോളം ഇൻകം ഏൺ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അത് തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈസി ആയിട്ട് അത് മെഷർ ചെയ്യുക. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. രണ്ട് തരത്തിലാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസും ഉണ്ട്, രണ്ടാമത്തത് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ആദ്യത്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് ആണ്. അതായത് സാധാരണ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ ഇതിൽ രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് ഇമ്പോർട്ടൻറ്റ് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്, ഓപ്പറേറ്റിംഗ് റേഷ്യോസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് റേഷ്യോ, എക്സ്പെൻസ് റേഷ്യോ, ഇതാണ് വരുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പെർസെൻറ്റേജിലാണ്, അതിൽ ഗ്രോസ് മാർജിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റേഷ്യോ ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണോ കിട്ടിയത് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് എന്താണോ ഇൻറ്റു 100. ഇതാണ് സെയിൽസിൻ്റെ ബേസിൽ വരുന്ന ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ വരുന്നത് നെറ്റ് സെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടോട്ടൽ സെയിൽസ് എടുക്കുക, അതിൽ നിന്ന് റിട്ടേൺസ് ലെസ് ചെയ്ത് തന്നെയാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഗ്രോസ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എല്ലാ സെയിലും വരും, ക്യാഷും ക്രെഡിറ്റും എല്ലാം വരും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് സെയിൽ എന്താണോ അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ GP എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞാൽ എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും വേജും എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും ആഡ് ചെയ്തതിന് ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക, അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകൾ, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസുകൾ, അതായത് ക്യാരേജ്, ഇൻവേർഡ്, ഫ്രൈറ്റ്, അങ്ങനെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യില്ല. ഓഫീസ് എക്സ്പെൻസ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്, അതിൽ ഓഫീസ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ് ഒന്നും വരില്ല. ഇനി എന്താണ് ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഒന്ന്, ഫേമിൻ്റെ പ്രോഡക്റ്റ് അല്ലേ, എഫിഷ്യൻസി മെഷർ ചെയ്യുക. ഫേം പ്രൊഡ്യൂസസ് ഇറ്റ്സ് പ്രോഡക്ട്സ്, അതിൽ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ എന്തൊക്കെ വേരിയേഷൻസ് ആണ് വരുന്ന വർഷങ്ങളിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു നല്ല GP റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 20% to 25% ആണ്. ഇനി ഈ GP റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്ന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡിംഗ് കൺസേൺസിനാണ്. കാരണം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്ഷനും ട്രേഡിംഗ് ഓപ്പറേഷനും ഒക്കെ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൽ മെഷർ ചെയ്യുന്നത് മാർജിൻ ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ഓൺ സെയിൽസ്. ഓരോ പ്രാവശ്യം നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിൽ കിട്ടുന്ന പ്രോഫിറ്റാണ്. ആൻഡ് യൂസ്ഫുൾ ചെയ്യുന്നത് പിന്നെന്താണ്, പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് മെഷർ ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ, പർച്ചേസ് ആസ് വെൽ ആസ് പ്രൈസിങ്. അപ്പോൾ പ്രൈസിങ്ങിലും പർച്ചേസിലും പ്രൊഡക്ഷൻ്റെ ഒക്കെ എഫിഷ്യൻസീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ്. അപ്പോൾ നല്ലൊരു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണിക്കുന്നത് എന്താണ്, നല്ല രീതിയിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനും പർച്ചേസും മാനേജ്മെൻറ്റും ഒക്കെയാണ്. GP റേഷ്യോ താഴ്ന്നു കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചർ സിഗ്നലാണ് പറയുന്നത്. ജസ്റ്റ് ഇവിടെ എക്സാമ്പിൾ നോക്കാം. സെയിൽസും റിട്ടേൺസും ഓപ്പണിങ്ങും ക്ലോസിങ്ങും അതേപോലെ പർച്ചേസ് റിട്ടേണും ഒക്കെ തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്തത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്തതാണ്.
അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. 1,04,100 ഡിവൈഡഡ് ബൈ 5,02,000 ഇൻറ്റു 100 20% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, അതൊരു ഐഡിയൽ റേഷ്യോ ആണ്. 20 to 25% നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കാണിക്കുന്നത്. അതായത് ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓരോ 100 രൂപയുടെ സെയിലിലും നമുക്ക് 20% ലാഭം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വരുന്നത്. ബാക്കി 80 രൂപയാണ് എന്ത് വരുന്നത്, അതിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് വരുന്നത്. അതിൽ 20 രൂപ നമുക്കും കോസ്റ്റ് ആയിട്ട് 80, അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ രണ്ടാമത്തിന് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫേമിൻ്റെ മൊത്തത്തിലുള്ള എഫിഷ്യൻസിനെയാണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ അതിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 75% to 85% ആണ് ഓവറോളിൽ വരുന്നത്. ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ രണ്ട് തരത്തിലുള്ള കോമ്പോണൻസിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ, ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺ, ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇതൊക്കെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളാണ്. ഫിനാൻഷ്യൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ലോൺസിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക, ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കുക. പക്ഷേ അതൊന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഇതിൻ്റെ കമ്പ്യൂട്ടേഷനിൽ യൂസ് ചെയ്യുന്നില്ല. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ, ഡിബഞ്ചർ, പ്രിലിമിനറി എക്സ്പെൻസ്, ഡൊണേഷൻസും ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. സെയിൽസും റിട്ടേൺസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അഡ്മിനിസ്ട്രേഷനും സെല്ലിങ്ങും പ്രൊവിഷനും ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോക്കാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്, നെറ്റ് സെയിൽസ് വേണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. നെറ്റ് സെയിൽസ് പറയാം ടോട്ടൽ സെയിൽസിൽ നിന്ന് റിട്ടേൺസ് ലെസ് ചെയ്യുന്നതാണ്. ഇനി അതിൽ 7,50,000. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൾറെഡി നമുക്ക് 4,80,000 ഉണ്ട്. പ്ലസ് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്ര വരുന്നത്, 45,000 ആണ് വരുന്നത്. പ്ലസ് 75,000 സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നുണ്ട്. ഡിവൈഡ് ബൈ 7,50,000 ഇൻറ്റു 100 80% വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 75 to 80% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 100 രൂപയുടെ സെയിൽസ് നടക്കുമ്പോഴും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 80ഉം പ്രോഫിറ്റ് 28ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ തന്നെ അറിയാൻ പറ്റും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണോ ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇതും പെർസെൻറ്റേജിലാണ് പറയുന്നത്. ഇനി അത് അസർട്ടൈൻ ചെയ്യാനുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ എന്താ, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടിട്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ കാണുന്നത്. ജസ്റ്റ് ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. സെയിൽസ് ലെസ് റിട്ടേൺ ഓൾറെഡി 8 lakh തന്നിട്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഉള്ള 5,60,000 തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ തന്നിട്ടുണ്ട്, സെല്ലിംഗ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുന്നുണ്ടെങ്കിൽ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ എന്തൊക്കെ വരും, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ഒക്കെ വരും. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് 8 lakh ആണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000 ഉണ്ട്, അതിന്ന് 50,000 രൂപ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അതേപോലെ സെല്ലിംഗ് എക്സ്പെൻസ് ഒക്കെ ലെസ് ചെയ്യുക 30,000. അപ്പോൾ 1,60,000 കിട്ടി. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ പറഞ്ഞാൽ 1,60,000 ബൈ 8 lakh ഇൻറ്റു 100 20% ആണ്. ഓരോ 100 രൂപയുടെ സെയിൽസ് നടക്കുമ്പോഴും അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 20 rupees നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റും പ്രൊവിഷൻ ഓഫ് ടാക്സേഷനും ഇൻട്രസ്റ്റും നമ്മളിവിടെ എടുക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അതൊന്നും എടുക്കില്ല. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കുക, പ്രൊവിഷൻ മാറ്റി വയ്ക്കുക. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം പറഞ്ഞാൽ നമ്മൾ പ്ലാന്റും സെയിലൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പ്രോഫിറ്റ് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടു, ഇനിയുള്ളത് എക്സ്പെൻസ് റേഷ്യോ ആണ് നോക്കുന്നത്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൽ പ്രധാനമായിട്ടും ഏത് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്, പലതരത്തിലുള്ള എക്സ്പെൻസുകൾ, സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന പല എക്സ്പെൻസുകളാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 4 തരത്തിലുള്ള റേഷ്യോസാണ് വരുന്നത്. എൻ്റെ കമ്പ്യൂട്ടേഷൻ ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ കാണുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. പിന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് റേഷ്യോ എടുക്കുമ്പോൾ സെയിം അതേ ചിലവ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ അതേ ചിലവ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. പിന്നെ ഫിനാൻസ് എക്സ്പെൻസ് റേഷ്യോ കാണുമ്പോൾ ഫിനാൻസ് എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ 4 എണ്ണവും വരുന്നത്. ഒന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫിനാൻസ് എക്സ്പെൻസ്. ആ എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് വരുന്നത്. ഇത് പെർസെൻറ്റേജിലാണ് കാണിക്കുന്നത്. ഈ റേഷ്യോസൊക്കെ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് വളരെ കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ അതേ ഒരേപോലെയാണോ പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പം ഇവിടെ ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 തരത്തിലാണ്. ഒന്ന് പ്രോഫിറ്റ് ബിഫോർ ടാക്സും പിന്നെ ഒന്ന് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ആണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ഉണ്ട്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 വരുന്നുണ്ട്. ഇനി ഇതിൽ കാണുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് എത്രയെന്ന് എടുക്കുക, അതിനോടുകൂടി നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു നല്ല നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എപ്പോഴും കാണിക്കുന്നത് 50% മുതൽ 5 to 10% വരെയൊക്കെയാണെങ്കിൽ നല്ലൊരു റേഷ്യോ ആണെന്നുള്ളതാണ് പറയുന്നത്. 5 മുതൽ 10% വരെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ അത് നല്ലൊരു റേഷ്യോ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എന്താ, എപ്പോഴും നല്ല റേഷ്യോ ആണെങ്കിൽ നല്ല പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഹയർ റിട്ടേൺസ് ഒക്കെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുള്ളതാണ് പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും 2 തരത്തിൽ പറഞ്ഞു. ഒന്ന് ബേസ്ഡ് ഓൺ സെയിൽസും, രണ്ടാമത്തത് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പോൾ ബേസ്ഡ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ നോക്കിയിരിക്കുന്ന റേഷ്യോസാണ് ഇവിടെ നമ്മൾ നോക്കിയത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടു, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടു, ഓപ്പറേറ്റിംഗ് റേഷ്യോ എടുത്തു, എക്സ്പെൻസ് റേഷ്യോയും വരുന്നു. എക്സ്പെൻസ് റേഷ്യോ വളരെ ഈസിയാണ്. ഏതൊക്കെയാണോ എക്സ്പെൻസ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100ഉം നെറ്റ് പ്രോഫിറ്റും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4 തരത്തിലുള്ള റേഷ്യോസും പ്രോഫിറ്റബിലിറ്റീനെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? നെറ്റ് സെയിൽസുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഓരോന്നും ഐഡിയൽ റേഷ്യോ എത്രയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് മാത്രം 5 to 10% ഒക്കെയാണ് ഏറ്റവും നല്ലൊരു റേഷ്യോ എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 20 to 25 വരെ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഒരു ഐഡിയൽ എന്ന് പറയുന്നത് 75 to 85% പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പെൻസ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഓപ്പറേറ്റിംഗ് റേഷ്യോ പറയുന്നത് 70 to ഓപ്പറേറ്റിംഗ് റേഷ്യോ 75 to 85% ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ എക്സ്പെൻസ് റേഷ്യോയിൽ നല്ലൊരു ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ 5 to 10% ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റബിലിറ്റി നെറ്റ് സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ 4 ടൈപ്സ് റേഷ്യോസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.